നേരത്തെ മനു സൂചിപ്പിച്ച പോലെ ലോകം വളരെ ശ്രദ്ധയോടെയാണ് ഈ പറഞ്ഞ ജപ്പാനിലെ ഭൂചലനം, അതുപോലെ തന്നെ സുനാമി മുന്നറിയിപ്പ്. അത് ജപ്പാനിൽ മാത്രമായി ഒതുങ്ങുന്നതുമല്ല, ആ രീതിയിൽ നിൽക്കുകയാണ് ആ വാർത്തകളുടെ ഒരു വരവ്. ഏതായാലും ശില്പ വിശദാംശങ്ങൾ നൽകട്ടെ അല്ലേ ശില്പ? ഒരു പുതുവർഷം പുലർന്നപ്പോൾ തന്നെ വലിയൊരു നാശനഷ്ടത്തിനാണ് ജപ്പാൻ സാക്ഷ്യം വഹിച്ചത്. വലിയ തോതിലുള്ളൊരു ഭൂകമ്പമാണ് അവിടെ ഉണ്ടായത്. കൂടാതെ തുടർചലനങ്ങൾ 21ഓളം തുടർചലനങ്ങളാണ് ഉണ്ടായത്. 7.6 തീവ്രത റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഇന്നലെ ഇന്ത്യൻ സമയം 12:30 ഉണ്ടാകുന്നത്. അതേ തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ജപ്പാനിൽ ഉടനീളം ഉണ്ടായത്. ജപ്പാനിൽ നിരവധി വീടുകൾ തകർന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും അവിടെ 8 പേരാണ് ഈ ഒരു ഭൂകമ്പത്തിൽ മരിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ 7.5 തീവ്രതയുള്ള ഭൂചലനമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഉണ്ടായ 21ഓളം തുടർചലനങ്ങളിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പിന്നീട് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട്. കാരണം നിരവധി ആളുകൾ ഈ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് അടിയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ നെഗോട്ട, ടെയോമ, ഇഷിക്കോ തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ ശക്തമായി തിരമാല ഉയർന്നു വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു സുനാമി മുന്നറിയിപ്പ് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ജപ്പാന്റെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ 1.5 ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ 1 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിലേക്ക്, സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടുത്തെ ക്യാമ്പുകളിൽ 1 ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ കഴിയുന്നത്. ഏതാണ്ട് വൈദ്യുതി അടക്കം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ 1.5 ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ ആളുകൾക്ക് കൃത്യമായ സഹായങ്ങൾ എത്തിക്കുന്ന നടപടികൾ നടന്നു വരികയാണ്. അതായത് ബ്ലാങ്കറ്റ്, ഭക്ഷണം, വെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആളുകൾക്ക് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഈ അമേരിക്ക എല്ലാവിധ സഹായവുമായി അമേരിക്കയും മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിൽ ഈ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ സഹായവുമായി ജപ്പാൻ ഒപ്പമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ആണവ നിലയങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ഭീഷണിയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നാണ് ഈ ജപ്പാനിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഒഹിയിലെ കാൻസായി ഇലക്ട്രിക് പവറിലെയും ഫുക്കുയി മേഖലയിലെ തകാമ പ്ലാന്റിലെയും 5 സജീവ റിയാക്ടറുകൾ ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊന്നും വലിയ തോതിലുള്ള തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയും പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്കറിയാം, ജപ്പാനെ സംബന്ധിച്ച് ജപ്പാൻ എപ്പോഴും ഈ ഭൂകമ്പ ഭീഷണിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഒരു ഭൂകമ്പം, വലിയ തരത്തിലൊരു ഭൂകമ്പത്തിന് ജപ്പാൻ സാക്ഷ്യം വഹിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ തോതിലുള്ള ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ദക്ഷിണ കൊറിയ, അതോടൊപ്പം തന്നെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജാഗ്രതയിലാണ്. അതോടൊപ്പം തന്നെ ഈ സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തീരപ്രദേശത്തിൽ താമസിക്കുന്ന ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റുമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ഏതായാലും ഈ ജപ്പാൻ പ്രധാനമന്ത്രി അടക്കം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വ്യക്തമാണ് ശില്പ, കാര്യം വ്യക്തമാണ്. ഏതായാലും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പലതരത്തിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ അടക്കം അന്വേഷണങ്ങളും സഹായങ്ങളും ഒക്കെ ജപ്പാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ശില്പ നമ്മളോട് പറഞ്ഞത്. ഏതായാലും അത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം സുനാമി മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് കേവലം ജപ്പാന് മാത്രമുള്ളതല്ല, സമുദ്രമേഖലയിലുള്ള മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ അത് ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയാണ്. വിവരങ്ങളാണ് ശില്പ നൽകിയത്.